ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്, അപ്പോൾ ഞാൻ വെറുതെ ഇവിടെ ഡാൻസ് ക്ലാസ്സിന് വന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല രാത്രിയാണ്, ഏകദേശം ഒരു 7-10 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് എൻ്റെ ജുവാന് പുളിച്ചിക്ക ഉപ്പിലിട്ടത് കഴിക്കാൻ ഒരാഗ്രഹം. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് കഴിക്കാൻ ഒരാഗ്രഹം തോന്നിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുളിച്ചിക്ക ഉപ്പിലിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവൾ വരുന്നതും കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ജുവ എത്തിയിട്ടുണ്ട് പുളിച്ചിക്കയും പറിച്ചുകൊണ്ട്. ഫ്രഷ് പുളിച്ചിക്കയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ ഇരുട്ടായിട്ടാണ് കാണിക്കാൻ. നല്ല ഫ്രഷ് പുളിച്ചിക്കയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല വണ്ണമാണ് ഫ്രഷ് പുളിച്ചിക്ക. അപ്പോൾ നമുക്കിതിനെ എന്തായാലും ഉപ്പിലിടാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉപ്പിലിടാൻ പോകുന്നത്. ഇടയ്ക്ക് ഉപ്പിട്ടിലൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ പുളിച്ചിക്ക ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും ഉപ്പിലിടാൻ നോക്കാം. പോവാം. പിന്നെ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ്, പിന്നെ കാന്താരി മുളക്, അതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ വെള്ളം, അത്ര തന്നെ. പിന്നെ ഞങ്ങൾ നമ്മുടെ ലൗലോലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിക്കണം. ഞങ്ങൾ നേരത്തെ ഉപ്പിലിട്ടത് കൊണ്ട് അതിന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ജുവാൻ പുളിച്ചിക്ക കട്ട് ചെയ്യാണ്. ഞങ്ങൾ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഏകദേശം ഈ ഒരു അളവ് കണ്ടോ. ഓരോ പുളിച്ചിക്കയുടെ അളവ് ആയിരിക്കും. നമ്മൾ ഈ ഒരു 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ബാക്കിയുള്ള ഇത്രയും പുളിച്ചുകൾ കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല വലിപ്പമുള്ളത് നോക്കിയാണ് നിങ്ങൾ പറിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ ചില്ലിലോ പ്ലാസ്റ്റിക്കിലോ ഒക്കെ ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കട്ട് ചെയ്യും. അപ്പോൾ ചേച്ചിയാണെല്ലാം കട്ട് ചെയ്തത്. എൻ്റെ കൈ മുറിഞ്ഞിരിക്കാനാണ്. ചേച്ചിയാണെല്ലാം സ്പീഡിൽ കട്ട് ചെയ്തത്. അപ്പം നമ്മൾ കുറേ കട്ട് ചെയ്തു. ഏകദേശം തീരാറായി, കുറച്ചും കൂടെ ഉള്ളൂ. ചേച്ചി ഭാര്യ തീരാറായി. ഇത് പൂര കൂടെ ഉള്ളത് നിങ്ങൾ കാണാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പൊടി ഉപ്പല്ല, കട്ട ഉപ്പാണ് എടുക്കേണ്ടത്. പിന്നെ കാന്താരി മുളക് നമ്മളോട് ചുവപ്പാണ് എടുത്തിരിക്കുന്നത്. പച്ച എടുത്താലും ഒന്നുമില്ല. അപ്പം ആവശ്യത്തിന് വെള്ളവും എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം എടുത്താലും കുഴപ്പമില്ല, പച്ചവെള്ളം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് എല്ലാം കട്ട് ചെയ്ത് പീസാക്കിയിട്ട് നല്ല പച്ച കളർ, എനിക്ക് നല്ല കൊതി തോന്നും. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പോയത് കേട്ടോ. നല്ല പുളിയാണ് കേട്ടോ, ഭയങ്കര പുളി. എന്തായാലും ഉപ്പിലിടാം. അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ചൂടുവെള്ളം പച്ചവെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ ഒഴിക്കണം. എന്നിട്ട് ഈ പുളിച്ചിക്കയെല്ലാം അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഉപ്പ് മുഴുവൻ തട്ടിക്കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് തട്ടണം. ഇപ്പോൾ ഇത്രയാണ് തട്ടിയിരിക്കുന്നത്. ഇനി കാന്താരി മുളക് അരിയാൻ ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാം, എനിക്ക് ചിലപ്പോൾ കുത്തിയിടുന്നവർക്ക് അറിയാം. എനിക്ക് കാണിച്ചാൽ ഈ വെച്ചിട്ട് ഇത്രയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. കൂടുതലാണ് ഞാൻ പകുതി അരിഞ്ഞിട്ടാണ്. ഒന്നും കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടെ അരിയാം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കണ്ടോ. ഇതിങ്ങനെ സംഭവം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരണം നമുക്ക് ഇങ്ങനെ. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല എരിവ് കിട്ടും. പിന്നെ ചേച്ചിയാണെല്ലാം അരിയുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളു. അതിൻ്റെ നമുക്ക് അത് നല്ല മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ചേച്ചി മിക്സ് ചെയ്യുന്നുണ്ട്. ചേച്ചി മിക്സ് ചെയ്യുന്നുണ്ട്. ആ മുളക് ആ ഉപ്പൊക്കെ നല്ലോണം പിടിച്ചാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാം അടിയിൽ പോയി കിടക്കുന്നല്ലേ. കറക്റ്റ് അടിയിൽ അതൊക്കെ അതല്ലേ ഞാൻ അലിഞ്ഞ് തനി ആ വെള്ളത്തിൻ്റെ കൂടെ ചേരും. നിങ്ങൾ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, മാങ്ങ തല്ലിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ക്യാൻഡീസ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും കൂടെ ഇന്ന് ഇടുന്നതായിരിക്കും കേട്ടോ. ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എന്തായാലും ഇടുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്യാരറ്റ് ഉപ്പിലിട്ടതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് വല്ല പ്രോഗ്രാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ചാനലിലെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തത് മതി. ബാക്കി ഇനി അരിഞ്ഞോളൂ, നന്നായിട്ട് കുലിക്കാം നമുക്ക് എല്ലാവരും. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടയ്ക്കാം, എന്നിട്ട് കുലിക്കണം. അപ്പോൾ കുറച്ചും കൂടി നല്ല മിക്സ് ആവും. ടൈറ്റ് ചെയ്ത് അടയ്ക്കണം, വെള്ളം ലീക്കാവും ചിലപ്പോൾ. അപ്പോൾ നന്നായിട്ട് കുലിക്കിട്ട് വെള്ളമൊക്കെ പതഞ്ഞ് ഇത് ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പം നന്നായിട്ട് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മളിത് 2-3 അല്ലേ, 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കും. 1-2 ദിവസം കഴിഞ്ഞെടുത്താൽ മതി അല്ലേ ജു? അവളുടെ ഷോർട്ട് ഫോമാണ് കേട്ടോ ജു. അപ്പോൾ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.